റിട്ടേണിംഗ് ഓഫീസർക്ക് എൽഡിഎഫ് ഔദ്യോഗികമായിട്ട് പരാതി നൽകിയില്ല, അവസരം കളഞ്ഞു വീട്ടുമെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബോധപൂർവം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. റിട്ടേണിംഗ് ഓഫീസർ അവിടെ ഇവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത അവസരത്തിൽ, അഭിപ്രായ പ്രകടനം നടത്തുവാനുള്ള അവസരം കൊടുത്ത അവസരത്തിൽ എൻ്റെ ഏജന്റുമാർ വളരെ ശക്തിയായി തന്നെ അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് രേഖാമൂലം എഴുതി കൊടുക്കണമെന്നില്ലല്ലോ, ശക്തിയായി അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാനും ആവശ്യപ്പെടുകയാണല്ലോ, അതിന് മുമ്പ് സാധിക്കുമല്ലോ. ചിലപ്പം വിധി വരുന്നത് അത്രമാത്രം കോടതിക്ക് ബോധ്യപ്പെടുന്ന വിധിയാണ്, വിധി കേസാണെങ്കിൽ ഈ റിട്ടേണിംഗ് ഓഫീസർ എടുത്തിട്ടുള്ള തീരുമാനത്തെ തള്ളിക്കളയല്ലോ. ഈ തിരുവനന്തപുരത്ത് അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ആളുകൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UP എന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഈ അധൂരിമാരെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശ്രദ്ധയപ്പെട്ടായിരുന്നു? അതൊരു തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അഘോരികൾ അവരുടെ മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ആരും എതിരില്ല. അവർക്ക് ചില സംരക്ഷണങ്ങളുണ്ട് അഘോരികൾക്ക്. ആ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളിൽ പൂജയ്ക്കോ അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പങ്കെടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് മതപരമായി ബന്ധമുള്ള ആൾക്കാരാണ് ഈ അഘോരികൾ എന്ന് പറയുന്നത്. അത് അവർ വന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുകയാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് എതിരാണ്. ഇന്ന് തന്നെ ഞാൻ വീട് വീടാന്തരം കയറിയുള്ള ക്യാമ്പയിൻ നടത്തിയ അവസരത്തിൽ സംസാരിച്ചവരെല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട് ചോദിക്കാൻ പറഞ്ഞു. അവരെല്ലാം ചോദിക്കുന്നത് ഇതാണ്, ഇനി ഞങ്ങളെയൊക്കെ വീടുകളിൽ വോട്ട് പിടിക്കാൻ വരുമോ എന്നാണ് അവർ ഭയന്നിരിക്കുന്നത്. കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വോട്ട് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൊച്ചു പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉള്ള വീടുകളാണല്ലോ. അപ്പോൾ ഒരു കാരണവശാലും ഇവർ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിൽ കയറാൻ പാടില്ല. വോട്ട് പിടിക്കാൻ പോയത് തെറ്റാണ്. അത് മതം തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, തെരഞ്ഞെടുപ്പ് തത്വങ്ങൾക്ക് എതിരാണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചതിനെതിരായിട്ടുള്ള കേസ് കൊടുക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇതിലൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു രീതി ഇല്ലല്ലോ. നമുക്ക് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രീതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു സംഗതി സംബന്ധിച്ചിടത്തോളം ആൾക്കാരെല്ലാം TV-യിലും എല്ലാം കണ്ടപ്പോഴാണ് പുതിയ ചില അവതാരങ്ങളൊന്നും ഇറങ്ങിയിരിക്കുന്നു. ഇത് കേരളത്തിൽ ഇല്ലാത്തവരാണല്ലോ എന്നുള്ള നിലയിൽ അവർ അതിനെ കണ്ടത്. ഇത്രയും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങ് തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങൾക്ക് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് തിരഞ്ഞെടുപ്പിൽ ഇറക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ ചെലവഴിക്കേണ്ട കാശിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സ്ഥാനാർത്ഥികൾക്ക് ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് ഏതാണ്ടൊരു 100 വാഹനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വരികയാണെന്നുള്ളവരാണ്. എനിക്ക് സംസ്ഥാന RTOയോടും ട്രാൻസ്പോർട്ടിലെ ബന്ധപ്പെട്ടവരോടും പറയാനുള്ളത്, അതെല്ലാം നിയമാനുസരണമുള്ള വാഹനങ്ങളാണോ എന്ന് സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധന ആവശ്യമാണ്. ആ വീട് അദ്ദേഹത്തിന്റെ പേരിലല്ല, പാർട്ണർഷിപ്പ് കമ്പനിയുടെ വീടാണ്. അതിന് പാർട്ണർ മാത്രമാണ് താങ്കളാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനൊരു കാര്യമുണ്ടെന്നും ഞാനിതിൻ്റെ പാർട്ണറാണെന്നും പിന്നെ എഴുതി വയ്ക്കണ്ടേ രോഷപാർക്ക്? ഒരു വസ്തുത പിന്നെ രഹസ്യമായിട്ട് വയ്ക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്.
ഞാനതിൽ പാർട്ണറാണെന്നുള്ള കാര്യം രഹസ്യമായിട്ട് വയ്ക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയട്ടെ, ഇനി ഇന്ത്യയിലെ എത്ര കമ്പനികളുടെ ചെയർമാനാണ് ഞാൻ, അതിൽ എത്ര കമ്പനിയുടെ പാർട്ണർഷിപ്പ് എനിക്കുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കട്ടെ. ഗോരിമാര് താൻ അറിയുന്നവരല്ല വഴിയും വെച്ച് കണ്ടതല്ലേ ബി ജെ പി ആണോ എന്ന് ചോദിച്ചു, ഡീസൽ പൈസ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം വഴിയെ പിന്നെ വഴിയെ ഒരു വസ്ത്രമില്ലാത്ത പോകുന്നവരെ കയറ്റി പിന്നെ BJP കൺവെൻഷനിൽ കയറ്റിയിരുത്തോടെ. യോഗി പറഞ്ഞിട്ട് വന്നതാണോ അവർ ഇന്നലെ പറഞ്ഞത്? യോഗി ആദ്യം അനുഗ്രഹിക്കാൻ BJP സ്ഥാനാർത്ഥിയെ അനുഗ്രഹം അല്ല, പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഈ പിന്നെ എന്താ അഘോരികൾ അനുഗ്രഹിച്ചല്ലോ. അങ്ങനെ അഘോരികളുടെ കയ്യിലൊന്നും ഇവിടെ വോട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് മതം രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇത് ആരെങ്കിലും കയറി ചെറുക്കണം, അതിൻ്റെ പേരിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആരും ചെറുക്കാൻ വേണ്ടി പോയില്ല.